നമുക്ക് പോകുന്ന വഴിക്ക് അവിടെ നിന്ന് കഴിച്ചാലോ? എനിക്ക് വിശക്കുന്നുണ്ട്. എന്താ ചെയ്യാ? രണ്ടുപേരും കൂടെ ഇവിടെ നിൽക്കുമായിരുന്നു. ഞാൻ അവിടെയൊക്കെ നോക്കി. എന്ത് ടീച്ചേ? നല്ലോണം വിശക്കുന്നു. എവിടെയാണ് ഇവിടെ കഴിക്കാൻ പറ്റിയ ഒരു കടയുള്ളത്? ഞങ്ങൾക്കും വിശക്കുന്നുണ്ട്. എന്നാ ബാ പോയാലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു കടയിൽ പോവാം. രാഘവേട്ടൻ്റെ കടയാണ്. നല്ല പഴംപൊരി ബീഫും കിട്ടും. അവിടെ പോവാം. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഇവിടെ പോയാലോ? ചന്ദ്രേട്ടൻ്റെ കടയിൽ. അവിടെ നമുക്ക് പൊറാട്ടയും മട്ടനും ഉണ്ടാവും. അടിപൊളിയാണ്. പക്ഷെ കുറച്ച് ദൂരം നടക്കാനും ദിവസം. അത് വയ്യ. നീ അടുത്തുള്ള എവിടെയെങ്കിലും. അടുത്താണെങ്കിൽ നമുക്ക് ആ കാണുന്ന കടയിൽ പോവാം. അവിടെ നല്ല പുട്ടും ബീഫും കിട്ടും. പുട്ടും ബീഫും അല്ലേ? അയ്യോ, പുട്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴും ഒരു കാര്യം മറന്നുപോയത്. പുട്ട് ചേർത്ത് കുറച്ച് ഫ്രൈസൽ വർബ്സ് ഉണ്ട്. ഞാൻ അത് പറഞ്ഞിട്ട് വരാം. വെയിറ്റ് ചെയ്യട്ടാ. ഹായ്. നമ്മുടെ മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു വില്ലനുണ്ട് നമ്മുടെ കൂടെ. ആരാണ്? ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നമുക്ക് വരുന്ന ഒരു കാര്യമാണ് ഫ്രേസൽ വേർബ്സ് എന്നുള്ളതല്ലേ. നമുക്കത് കേൾക്കുമ്പോഴേ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പഠിക്കാൻ പറ്റത്തില്ല. ഇനി പഠിച്ചാൽ തന്നെ എന്താണ് ഓർത്ത് വെക്കാൻ പറ്റത്തില്ല. എല്ലാം കൂടെ തിരിഞ്ഞു പോകുന്നു, മറിഞ്ഞു പോകുന്നു. എല്ലാവരും പറയുന്നൊരു പ്രശ്നമാണ്. പക്ഷേ ചെറിയൊരു ശ്രദ്ധ കൊടുത്തിട്ട് ഒരു ഓർഡറിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു വിഭാഗമാണ് ഈ ഫ്രേസൽ വേർബ്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പുട്ടെന്ന് പറഞ്ഞ വെർബിൻ്റെ കൂടെ ഓരോ പ്രിപ്പോസിഷൻസും ഉപയോഗിക്കുമ്പം എന്തൊക്കെയാണ് അതിൻ്റെ അർത്ഥങ്ങളിൽ മാറ്റം വരുന്നത് എന്നൊന്ന് നോക്കിയാലോ. നമ്മൾ കേട്ടിട്ടുണ്ടാകും അല്ലേ സെൻറ്റൻസ്, പ്ലീസ് പുട്ട് ഓൺ യുവർ റെയിൻ കോട്ട് ആസ് ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? പുട്ട് ഓൺ യുവർ റെയിൻ കോട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം റെയിൻ കോട്ട് ധരിക്കുക എന്നുള്ളതാണ്. സോ പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വെയർ അഥവാ ധരിക്കുക എന്നുള്ളതാണ്. ഇനി നമുക്ക് ഈ ഓണിൻ്റെ ഓപ്പോസിറ്റ് ഏതാണ്? ഓണിൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് എപ്പോഴും അറിയാം ഓഫ് ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ പുട്ടിൻ്റെ കൂടെ ഓഫ് ചേർക്കുമ്പോൾ എന്താണ് അർത്ഥം വരുന്നത്? അതിൻ്റെ അർത്ഥം പോസ്റ്റ്പോൺ അഥവാ മാറ്റിവെക്കുക എന്നുള്ളതാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ദ മീറ്റിംഗ് വാസ് പുട്ട് ഓഫ് ഡ്യൂ ടു ദ ഇൻകൺവീനിയൻസ് ഓഫ് ദി മിനിസ്റ്റർ. മിനിസ്റ്ററുടെ ഇൻകൺവീനിയൻസ് കാരണം മീറ്റിംഗ് എന്ത് ചെയ്തു? പുട്ട് ഓഫ് ചെയ്തു, പോസ്റ്റ്പോൺ ചെയ്തു, മാറ്റിവെച്ചു എന്ന് നമ്മൾ പറയാറുണ്ടല്ലേ. അതുപോലെ തന്നെ പുട്ടിൻ്റെ കൂടെ ഇൻ ചേർക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഇൻസേർട്ട് എന്നാണ്. ഇനി ഇന്നിൻ്റെ ഓപ്പോസിറ്റായ ഔട്ട് ചേർക്കുമ്പോഴോ പുട്ട് ഔട്ട്. പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അണയ്ക്കുക, എക്സ്റ്റിങ്ക്വിഷ് എന്നാണ് അർത്ഥം. പുട്ട് ഔട്ട് ദ ഫയർ എന്ന് പറഞ്ഞാൽ ഫയർ അണയ്ക്കുക, ഫയർ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യുക എന്നാണ് അർത്ഥം. ഇനി പുട്ട് അപ്പ് എന്നാണ് പറയുന്നതെങ്കിലോ അത് ഓൾറെഡി നിങ്ങൾക്ക് സെൻറ്റൻസുകളൊന്നും ആവശ്യമില്ല. ഓൾറെഡി നമുക്ക് ഡയറക്റ്റ് മീനിങ് ആണ്. എന്താണ്? കൺസ്ട്രക്ട്. അപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ലിഫ്റ്റ് ചെയ്യുക, ഉയർത്തുക എന്നുള്ളതാണ്. സോ അവിടെ നമുക്ക് എന്ത് വരും? പുട്ടപ്പ് എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ട്. ഇനി അപ്പിൻ്റെ ഓപ്പോസിറ്റായ ഡൗൺ ഉപയോഗിക്കുമ്പോഴോ നമുക്കറിയാം അപ്പ് എന്ന് പറയുമ്പോൾ ഉയർത്തുക എന്നുള്ളതാണെങ്കിൽ ഡൗൺ എന്ന് പറയുമ്പോൾ എന്താണ്? താഴ്ത്തുക. അതിന് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് സപ്രസ് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ പുട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? സപ്രസ് എന്നുള്ളതാണ്. ഇനി നമുക്ക് മറ്റൊരു രീതിയിൽ ഉപയോഗിക്കാം, പുട്ട് ബൈ. പുട്ട് ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം സേവ് എന്നുള്ളതാണ്. സേവ് എന്നുള്ളതാണ് പുട്ട് ബൈയുടെ അർത്ഥം. അതേസമയത്ത് പുട്ട് എക്രോസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കമ്മ്യൂണിക്കേറ്റ് എന്നുള്ളതാണ് പുട്ട് അക്രോസിന്റെ അർത്ഥം. ഇനി നമ്മൾ കേട്ടിട്ടുണ്ട് യു ഹാവ് ടു പുട്ട് അപ്പ് വിത്ത് ദ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പുട്ട് അപ്പ് വിത്ത് എന്നുള്ളത് സ്ഥിരം പരീക്ഷകളിൽ ചോദിക്കുന്ന ഒരു സാധനമാണ് പുട്ട് അപ്പ് വിത്ത്. പുട്ട് അപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ടോളറേറ്റ്, സഹിക്കുക എന്നുള്ളതാണ്. യു ഹാവ് ടു പുട്ട് അപ്പ് വിത്ത് ദ സിറ്റുവേഷൻ, നിങ്ങൾ ആ സിറ്റുവേഷൻ സഹിക്കുക, ടോളറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഇത്രയും കൊണ്ട് നമ്മളുടെ ഏകദേശം പുട്ടുമായിട്ട് ചേർന്ന് വരുന്ന ഓരോ പ്രിപ്പോസിഷനും ചേർന്ന് വരുമ്പോൾ എന്തൊക്കെയാണ് മാറ്റങ്ങളെന്ന് കണ്ടു. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ അവസാനത്തിലേക്കായി, എൻഡിലേക്കായി എന്ന് പറഞ്ഞാൽ അവിടെയും നമുക്കൊണ്ടൊരു ഫ്രേസൽ വെർബ്. എന്താണ്? പുട്ട് ആൻഡ് എൻഡ് ടു. പുട്ട് ആൻഡ് എൻഡ് ടു എന്ന് പറഞ്ഞാൽ ടു സ്റ്റോപ്പ്, അവസാനിക്കുക എന്നുള്ളതാണ്. ഈസി അല്ലേ? പുട്ട് ചേർത്തുള്ള എല്ലാ ഫ്രേസൽ വെർബ്സും ഇപ്പം തന്നെ നിങ്ങൾ പഠിച്ചു കാണും. വളരെ എളുപ്പമാണ്. ഓരോന്നിൻ്റെയും ഓപ്പോസിറ്റ് ചേർത്താണ് നമ്മൾ പറഞ്ഞത്. സോ ഇങ്ങനെ ഓരോ ഫ്രേസൽ വെർബ്സുമായിട്ട് നമുക്കിനി ഓരോ വീഡിയോസിൽ കാണാം. അപ്പോൾ എങ്ങനെയാ? പുട്ട് സെറ്റല്ലേ എല്ലാവർക്കും?